നാം ഒരു കെമിക്കൽ ലബോറട്ടറിയിൽ ചെയ്യുന്ന എല്ലാ എക്സ്പീരിമെൻ്റൽ മെത്തേഡുകളെയും കെമിക്കൽ അനാലിസിസ് എന്ന് വിളിക്കുന്നു. കെമിക്കൽ അനാലിസിസ് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണ്. ആദ്യത്തേതിനെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്നും രണ്ടാമത്തേതിനെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്നും പറയുന്നു. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്? ഇവിടെ വസ്തുവിൻ്റെ ക്വാണ്ടിറ്റിക്കാണ് പ്രാധാന്യം. വസ്തുവിൻ്റെ ക്വാണ്ടിറ്റിയുടെ മെഷർമെൻറ്റുകളായിട്ടുള്ള വോളിയം, മാസ് ഇവയൊക്കെ അളന്നുകൊണ്ടാണ് നമ്മൾ പൊതുവേ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നടത്തുക. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ നമുക്ക് ലാബിൽ ചെയ്യാനുള്ള ഒരു എക്സാമ്പിളാണ് വോളിമെട്രിക് അനാലിസിസ് അല്ലെങ്കിൽ ടൈട്രേഷൻ. ഒരു വസ്തുവിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കിക്കൊണ്ടുള്ള അനാലിസിസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഇവിടെ വസ്തുവിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള അതിൻ്റെ അപ്പിയറൻസ്, അതിൻ്റെ നിറം, മണം, ചൂടാക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതൊക്കെ നോക്കും. അതോടൊപ്പം തന്നെ വസ്തു പങ്കെടുക്കുന്ന വിവിധങ്ങളായ കെമിക്കൽ റിയാക്ഷനുകളും നമ്മൾ പരിശോധിക്കും. വോളിമെട്രിക് അനാലിസിസ് അല്ലെങ്കിൽ ടൈട്രേഷൻ എന്ന് പറയുന്നത് രണ്ട് ലായനികൾ തമ്മിലുള്ള സിസ്റ്റമാറ്റിക് റിയാക്ഷനാണ്. ഒരു ലായനി മറ്റൊന്നുമായി മിക്സ് ചെയ്ത് പ്രവർത്തിപ്പിക്കുകയല്ല, മറിച്ച് സൂക്ഷ്മതയോടുകൂടി ഒഴിച്ച് പ്രവർത്തിപ്പിക്കുന്ന പ്രോസസ്സാണ് ടൈട്രേഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് ഇതിലേതെങ്കിലും ഒരു ലായനിയുടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനാകും എന്നുള്ളതാണ് പ്രത്യേകത. അതായത് നമ്മൾ രണ്ട് സൊല്യൂഷൻസ് എടുക്കുന്നു. സപ്പോസ് ഫസ്റ്റ് വൺ സൊല്യൂഷൻ എ, അതിൻ്റെ കോൺസെൻട്രേഷൻ അറിഞ്ഞുകൂടാ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ മറ്റൊരു സൊല്യൂഷനുണ്ട്, രണ്ടാമത്തെ സൊല്യൂഷൻ പേര് ബി, അതിൻ്റെ കോൺസെൻട്രേഷൻ അറിയാമെന്ന് കരുതുക. ഇവരെ തമ്മിൽ പ്രവർത്തിപ്പിച്ച് കോൺസെൻട്രേഷൻ അറിഞ്ഞുകൂടാത്ത എ എന്ന് പറയുന്ന സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് ലാബിൽ കണ്ടുപിടിക്കാൻ ടൈട്രേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ എയെ വിളിക്കുന്ന പേര് അനലൈറ്റ് എന്നാണ്. ബിയെ നമ്മൾ ടൈട്രൻ്റ് എന്നും വിളിക്കും. അസിഡിമെട്രി, ആൽക്കലിമെട്രി അല്ലെങ്കിൽ ന്യൂട്രാലിമെട്രി. ഇവിടെ നടക്കുന്ന ടൈട്രേഷൻ ഒരു ആസിഡും ഒരു ആൽക്കലിയും തമ്മിലുള്ളതാണ്. ആസിഡും ബേസും ചേർന്ന് സാൾട്ടും വാട്ടറും ഉണ്ടാകുന്ന റിയാക്ഷനെ ന്യൂട്രലൈസേഷൻ എന്ന് വിളിക്കുന്നുവെന്നും ഇത് ചെറിയ ക്ലാസ്സുകൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്. ഈ റിയാക്ഷൻ ഉപയോഗപ്പെടുത്തിയുള്ള ടൈട്രേഷനാണ് അസിഡിമെട്രി, ആൽക്കലിമെട്രി. ടൈട്രേഷൻസിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഉപകരണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ടൈട്രേഷന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഉപകരണങ്ങളിൽ ഒന്നാണ് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. ഒരു ഉരുണ്ട അടിഭാഗവും നീണ്ട കഴുത്തോടു കൂടിയതുമായ ഒരു ഗ്ലാസ് വെസലാണ് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ കഴുത്തു ഭാഗത്തായിട്ട് ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു അടയാളം കാണാൻ കഴിയും. താഴെ മുതൽ ആ മാർക്ക് വരെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം താഴെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ 100 ml സൊല്യൂഷൻ അതിലുണ്ടെന്നാണ്. കൃത്യതയുള്ള വോളിയം സൊല്യൂഷൻസ് ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യാനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എന്നറിയപ്പെടുന്ന ഗ്ലാസ് ഉപകരണം ഉപയോഗിക്കുക. 250 ml, 500 ml ഒക്കെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കുകൾ അവൈലബിൾ ആണ്. എങ്കിലും നാം സാധാരണ ടൈട്രേഷൻ ഉപയോഗിക്കുന്നത് 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ആണ്. രണ്ടാമത്തെ മറ്റൊരു ഗ്ലാസ് ഉപകരണമാണ് കോണിക്കൽ ഫ്ലാസ്ക്. കോണിക്കൽ ഷേപ്പോട് കൂടിയ ഒരു ഗ്ലാസ് വെസലാണ്. ടൈട്രേഷൻ സമയത്ത് നാം ഉപയോഗിക്കുന്ന ഗ്ലാസ് ഉപകരണമാണ് കോണിക്കൽ ഫ്ലാസ്ക് എന്ന് പറയുന്നത്. നാം നേരത്തെ സൂചിപ്പിച്ച ടൈട്രൻ്റ് അല്ലെങ്കിൽ അനലൈറ്റ് ഇവയിൽ ഒരു ലായനി കോണിക്കൽ ഫ്ലാസ്കിലായിരിക്കും ടൈട്രേഷൻ സമയത്ത് ഉണ്ടാവുക. ടൈട്രേഷന് നമുക്ക് ആവശ്യമുള്ള മറ്റൊരു ഗ്ലാസ് ഉപകരണമാണ് പിപ്പറ്റ് എന്ന് പറയുന്നത്. ഇത് ഒരു നീളമുള്ള ഗ്ലാസ് ട്യൂബാണ്. ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു ബൾബ് പോലെ ഉണ്ടാകും. കൃത്യതയുള്ള ഒരു വോളിയം സൊല്യൂഷൻ ഒരു വെസലിൽ നിന്ന് മറ്റൊരു വെസലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഗ്ലാസ് ഉപകരണം ഉപയോഗിക്കുക. ഈ ബൾബിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊരു ചെറിയ മാർക്ക് പോലെ കാണാം. താഴെ അറ്റം മുതൽ മാർക്ക് വരെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പിപ്പറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്രയും വോളിയം സൊല്യൂഷൻ അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നു എന്നാണ്. ചിത്രത്തിൽ കാണുന്നത് ഒരു 20 ml പിപ്പറ്റാണ്. സാധാരണ നമ്മൾ ടൈട്രേഷൻ ഉപയോഗിക്കുന്നതും 20 ml പിപ്പറ്റാണ്. കോണിക്കൽ ഫ്ലാസ്ക് പോലെ ടൈട്രേഷൻ സമയത്ത് നാം കോണ്ടാക്റ്റിൽ വരുന്ന മറ്റൊരു ഗ്ലാസ് ഉപകരണമാണ് ബ്യൂററ്റ് എന്ന് പറയുന്നത്. ഇത് ഒരു നീളമുള്ള ഗ്ലാസ് ട്യൂബാണ്. 50 ml കപ്പാസിറ്റിയുള്ള ബ്യൂററ്റുകളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഈ ഗ്ലാസ് ഉപകരണത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വോളിയം രേഖപ്പെടുത്തലുണ്ടായിരിക്കും. ഇതിലുള്ള ലായനി മറ്റു വെസലിലേക്ക് സൂക്ഷ്മതയോടുകൂടി ഒഴിക്കുന്നതിനായി താഴെയായി ഒരു നോബ് അല്ലെങ്കിൽ ചെറിയ ഒരു ടാപ്പ് ഉണ്ടാകും. ബ്യൂററ്റ് സ്റ്റാൻഡിൽ ഘടിപ്പിച്ചാണ് നാം ടൈട്രേഷൻ സമയത്ത് ഉപയോഗിക്കുന്നത്. ടൈട്രേഷൻ സമയത്ത് നാം കോണ്ടാക്റ്റിൽ വരുന്ന ഗ്ലാസ് ഉപകരണങ്ങൾ ബ്യൂററ്റും കോണിക്കൽ ഫ്ലാസ്കുമാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി പറയുന്നത്. ആസിഡ് ബേസ് ടൈട്രേഷൻ സമയത്ത് ആസിഡ് പൊതുവെ ബ്യൂററ്റിലും ബേസ് പൊതുവെ കോണിക്കൽ ഫ്ലാസ്കിലുമായിരിക്കും ഉപയോഗിക്കുക.
ടൈട്രേഷനുമായി ബന്ധപ്പെട്ട മറ്റ് ചില ഗ്ലാസ് ഉപകരണങ്ങളാണ് ഒന്ന് ഫണല്, നമുക്ക് നേരത്തെ പരിചയമുള്ള ഒരു ഗ്ലാസ് ഉപകരണമാണ്, മറ്റൊന്ന് ചെറിയ ഒരു ഗ്ലാസ് റോഡാണ്. അപ്പോൾ ഇത്രയും ഗ്ലാസ് ഉപകരണങ്ങളാണ് സാധാരണ ഒരു ടൈട്രേഷൻ ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്താണ് ടൈട്രേഷൻ്റെ എൻഡ് പോയിൻ്റ്? നാം നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യം, ടൈട്രേഷൻ സമയത്ത് ഒരു സൊല്യൂഷൻ ബ്യൂററ്റിലും അതുമായി പ്രവർത്തിക്കുന്ന രണ്ടാമത്തെ സൊല്യൂഷൻ കോണിക്കൽ ഫ്ലാസ്കിലുമാണ് ഉണ്ടാവുക എന്ന്. ബ്യൂററ്റിലുള്ള സൊല്യൂഷൻ കോണിക്കൽ ഫ്ലാസ്കിലുള്ള നിശ്ചിത വോളിയം സൊല്യൂഷനിലേക്ക് തുള്ളികളായി ഒഴിച്ച് റിയാക്ട് ചെയ്യിപ്പിച്ചാണ് നാം ടൈട്രേഷൻ നടത്തുന്നത്. അപ്പോൾ കോണിക്കൽ ഫ്ലാസ്കിലെ സൊല്യൂഷൻ പൂർണ്ണമായും പ്രവർത്തിച്ച് തീരുന്ന നിമിഷം നാം ടൈട്രേഷൻ നിർത്തേണ്ടി വരും. ഈ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എൻഡ് പോയിൻ്റ്. എൻഡ് പോയിൻ്റ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ്. ടൈട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻഡ് പോയിൻ്റ് നമുക്ക് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന വസ്തുക്കളെ ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് വിളിക്കുക. ഇവ കോണിക്കൽ ഫ്ലാസ്കിലുള്ള സൊല്യൂഷനോടൊപ്പമാണ് ഉണ്ടാവുക. എൻഡ് പോയിൻ്റ് എത്തുമ്പോൾ കോണിക്കൽ ഫ്ലാസ്കിലുള്ള ലായനിയുടെ നിറം മാറ്റത്തിലൂടെയാണ് നാം എൻഡ് പോയിൻ്റ് ആയി എന്ന് മനസ്സിലാക്കുന്നതും ഉടൻ തന്നെ ടൈട്രേഷൻ നിർത്തണമെന്ന് തീരുമാനിക്കുന്നതും. എന്താണ് ഇൻഡിക്കേറ്റേഴ്സ്? ഇൻഡിക്കേറ്റേഴ്സ് പൊതുവെ ഓർഗാനിക് ആസിഡുകൾ അല്ലെങ്കിൽ ബേസുകളായിരിക്കും. 2-3 തുള്ളി ഇൻഡിക്കേറ്ററുകളായിരിക്കും സാധാരണ കോണിക്കൽ ഫ്ലാസ്കിലുള്ള സൊല്യൂഷനോടൊപ്പം നമ്മൾ ആഡ് ചെയ്യുക. അവർ എൻഡ് പോയിൻ്റ് എത്തുമ്പോൾ കോണിക്കൽ ഫ്ലാസ്കിലുള്ള സൊല്യൂഷനിൽ ഒരു കളർ ചേഞ്ച് ഉണ്ടാക്കിയാണ് എൻഡ് പോയിൻ്റ് ആയി എന്ന് നമ്മളെ അറിയിക്കുന്നത്. ഏതൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ആസിഡ് ബേസ് ടൈട്രേഷൻ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്? സാധാരണ 2 ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മൾ ആസിഡ് ബേസ് ടൈട്രേഷൻ ഉപയോഗിക്കുക. അതിലൊന്ന് ഫിനോഫ്തലിൻ എന്ന് പറയും, ഒരു വീക്ക് ഓർഗാനിക് ആസിഡാണ്. മറ്റൊന്ന് മീഥൈൽ ഓറഞ്ച് എന്ന് പറയും, അത് ഒരു വീക്ക് ഓർഗാനിക് ബേസാണ്. ഫിനോഫ്തലിൻ എൻഡ് പോയിൻ്റ് അറിയിക്കുന്നത് അത് കോണിക്കൽ ഫ്ലാസ്കിലുള്ള സൊല്യൂഷനോടൊപ്പം ബേസിനോടൊപ്പം ആയിരിക്കുമ്പോൾ ഒരു പിങ്ക് കളറായിരിക്കും. അത് എൻഡ് പോയിൻ്റ് എത്തുമ്പോൾ കളർലെസ് ആവുകയാണ് ചെയ്യുന്നത്. മീഥൈൽ ഓറഞ്ച് നമ്മളെ എൻഡ് പോയിൻ്റ് ആയി എന്ന് അറിയിക്കുന്നത് അത് കോണിക്കൽ ഫ്ലാസ്കിലുള്ള ബേസിനോടൊപ്പം ആയിരിക്കുമ്പോൾ ഒരു ഗോൾഡൻ യെല്ലോ കളറായിരിക്കും. അത് എൻഡ് പോയിൻ്റ് എത്തുമ്പോൾ ഓറഞ്ച് റെഡ് എന്ന കളറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. നാം ആസിഡ് ആൽക്കലി ടൈട്രേഷന് ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച് എന്നീ ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിക്കാം എന്ന് കണ്ടു കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ ടൈട്രേഷനിൽ ഏർപ്പെടുന്ന ആസിഡ് ബേസ് എന്നിവയുടെ സ്ട്രെങ്ത് അനുസരിച്ച് നാം ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ ഓരോ ഇൻഡിക്കേറ്ററിനും അവയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന, അതായത് നിറം മാറ്റം പ്രദർശിപ്പിക്കാൻ കഴിയുന്ന pH റേഞ്ച് വ്യത്യാസമാണ്. ഉദാഹരണത്തിന് നാം ടൈട്രേറ്റ് ചെയ്യുന്നത് ഒരു സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും തമ്മിലാണെങ്കിൽ നമുക്ക് ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അവൈലബിൾ ആണെങ്കിൽ ഫിനോഫ്തലിൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. കാരണം ഫിനോഫ്തലിൻ ഒരു കളർലെസ് ആകുന്ന ഇൻഡിക്കേഷനാണ് കാണിക്കുക. അത് ഈസിലി ഐഡൻറ്റിഫയബിൾ ആണ്. ഇനി നാം ടൈട്രേറ്റ് ചെയ്യുന്നത് ഒരു വീക്ക് ആസിഡും സ്ട്രോങ് ബേസും തങ്ങളിലാണെങ്കിൽ ഫിനോഫ്തലിൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നാം ടൈട്രേറ്റ് ചെയ്യുന്നത് ഒരു സ്ട്രോങ് ആസിഡും വീക്ക് ബേസും തങ്ങളിലാണെങ്കിൽ മീഥൈൽ ഓറഞ്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഏതൊക്കെയാണ് സ്ട്രോങ് ആസിഡുകൾ, വീക്ക് ആസിഡുകൾ ഇവയൊന്ന് നോക്കാം. സൾഫ്യൂറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് ഇവയൊക്കെ നാം സാധാരണ ടൈട്രേഷനുകൾക്ക് ഉപയോഗിക്കുന്ന സ്ട്രോങ് ആസിഡുകളും. ഓക്സാലിക് ആസിഡ്, അസറ്റിക് ആസിഡ് ഇവയൊക്കെ വീക്ക് ആസിഡ് എന്ന ഗണത്തിൽപ്പെടുന്നവയുമാണ്. ബേസുകളുടെ കൂട്ടത്തിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇവയെല്ലാം സ്ട്രോങ് ബേസുകളുടെ ഗണത്തിലും, എന്നാൽ സോഡിയം കാർബണേറ്റ്, പൊട്ടാസ്യം കാർബണേറ്റ്, അമോണിയം ഹൈഡ്രോക്സൈഡ് മുതലായവയൊക്കെ വീക്ക് ബേസുകളുടെ ഗണത്തിലും ഉൾപ്പെടുന്നവയാണ്. ടൈട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് നോർമാലിറ്റി. എന്താണ് നോർമാലിറ്റി? കോൺസെൻട്രേഷൻ അളക്കുന്നതിനുള്ള മറ്റൊരു അളവുകോലാണ് നോർമാലിറ്റി. സാധാരണഗതിയിൽ ആസിഡുകളുടെ, ബേസുകളുടെ, ഓക്സിഡൈസിങ് ഏജൻറ്റുകളുടെ, റെഡ്യൂസിങ് ഏജൻറ്റുകളുടെ ഇവയുടെയൊക്കെ കോൺസെൻട്രേഷൻ അളക്കാനാണ് നമ്മൾ ഈ നോർമാലിറ്റി എന്ന ടേം ഉപയോഗിക്കുന്നത്. എന്താണ് നോർമാലിറ്റി? ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് ആൻ ആസിഡ് ഓർ ബേസ് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെ അല്ലെങ്കിൽ ബേസിൻ്റെ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസിനെയാണ് നമ്മൾ ആ സൊല്യൂഷൻ്റെ നോർമാലിറ്റി എന്ന് വിളിക്കുക. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്ത സബ്സ്റ്റൻസിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ
ഇക്വലൻ്റ് മാസ് ഇൻറ്റു വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് എന്നാണ്. ഡിസോൾവ് ചെയ്ത സബ്സ്റ്റൻസിൻ്റെ മാസിനെ ഈക്വലൻ്റ് മാസും അതുപോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത സൊല്യൂഷൻ്റെ ലിറ്ററിലുള്ള വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നോർമാലിറ്റി എത്രയാണ് എന്ന് കിട്ടും. ഇനി നമുക്ക് ഒരു വസ്തു ഡിസോൾവ് ചെയ്തതിന് ശേഷം ആ ഡിസോൾവ് ചെയ്ത വസ്തുവിൻ്റെ മാസ് പെർ ലിറ്ററാണ് തന്നിരിക്കുന്നത്, അഥവാ 1 ലിറ്ററിൽ അടങ്ങിയിരിക്കുന്ന വസ്തുവിൻ്റെ മാസാണ് തന്നിരിക്കുന്നത് എങ്കിൽ അതിനെ നോർമാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മാസ് പെർ ലിറ്റർ ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഈക്വലൻ്റ് മാസ് എന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. വിവിധങ്ങളായ ആസിഡുകളുടെയും ബേസുകളുടെയും ഈക്വലൻ്റ് മാസുകളാണ് പട്ടിക രൂപത്തിൽ തന്നിരിക്കുന്നത്. എസ്റ്റിമേറ്റ് the amount of NaOH in the whole of the given solution. You are provided with a standard solution of HCl containing 3.52 gram per liter. അതായത് തന്നിരിക്കുന്ന അനലൈറ്റ് സൊല്യൂഷൻ അഥവാ അൺനോൺ കോൺസെൻട്രേഷനുള്ള NaOH സൊല്യൂഷൻ, അതിലടങ്ങിയിരിക്കുന്ന NaOHൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുക. തന്നിരിക്കുന്നതോ കൃത്യമായി കോൺസെൻട്രേഷൻ അറിയാവുന്ന HCl സൊല്യൂഷൻ. അപ്പോൾ ഒരു ബേസിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു, കൃത്യമായി കോൺസെൻട്രേഷൻ അറിയാവുന്ന ആസിഡ് തന്നിരിക്കുന്നു. ടൈട്രേഷൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു ബേസിനെ എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായി കോൺസെൻട്രേഷൻ അറിയാവുന്ന ആസിഡ് വേണം, അല്ലെങ്കിൽ ഒരു ആസിഡിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ കൃത്യമായി കോൺസെൻട്രേഷൻ അറിയാവുന്ന ഒരു ബേസ് വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഈ 2 പേര് തമ്മിൽ ടൈട്രേറ്റ് ചെയ്യുക വഴി നമുക്ക് റിസൾട്ടിലെത്താൻ പറ്റും. അതുകൊണ്ട് ഇതൊരു സിംഗിൾ ടൈട്രേഷൻ മെത്തേഡ് എന്ന് വിളിക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം അനലൈറ്റ് സൊല്യൂഷൻ, അതായത് കോൺസെൻട്രേഷൻ അറിഞ്ഞുകൂടാത്ത NaOH സൊല്യൂഷൻ ഇതുപോലൊരു ചെറിയ ബോട്ടിലായിരിക്കും തരിക. ഇതിനെ നമ്മൾ അനലൈറ്റ് ബോട്ടിലാണ് പറയുക. ടൈട്രേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കൃത്യമായ കോൺസെൻട്രേഷൻ അറിയാവുന്ന HCl സൊല്യൂഷൻ, അതായത് സ്റ്റാൻഡേർഡ് HCl സൊല്യൂഷൻ, ഒരു 4-5 ടൈട്രേഷൻ ആവശ്യമുള്ള അത്രയും സൊല്യൂഷൻ ഇതുപോലെ വലിയ ഒരു സൊല്യൂഷൻ ബോട്ടിലും നമുക്ക് തരും. നമ്മുടെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഈ അനലൈറ്റ് സൊല്യൂഷനെ കൃത്യതയുള്ള വോളിയം സൊല്യൂഷനാക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെ കൃത്യതയുള്ള വോളിയം സൊല്യൂഷനാക്കി കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് മേക്കിംഗ് അപ്പ് ഓഫ് അൺനോൺ സൊല്യൂഷൻ എന്നാണ്. ഈ സൊല്യൂഷൻ മേക്കപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നന്നായി കഴുകിയ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്, അതോടൊപ്പം തന്നെ വൃത്തിയായി കഴുകിയ ഒരു ഫണല്, ഗ്ലാസ് റോഡ് എന്നിവയാണ്. അപ്പോൾ ഇവയുടെ സഹായത്തോടു കൂടി ഈ അനലൈറ്റ് സൊല്യൂഷനെ ഞാൻ കൃത്യതയുള്ള വോളിയം, അതായത് 100 ml സൊല്യൂഷനാക്കി കൺവേർട്ട് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിന് മുകളിലായിട്ട് നമ്മൾ ഫണല് പ്ലേസ് ചെയ്യുക. ഫണല് പ്ലേസ് ചെയ്ത ശേഷം ഗ്ലാസ് റോഡിൻ്റെ സഹായത്തോടു കൂടി ബോട്ടിലുള്ള അനലൈറ്റ് സൊല്യൂഷനെ ഭദ്രമായി ഇതിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ധാരണ വേണം, ഈ സൊല്യൂഷൻ ബോട്ടിലിനകത്തുള്ള ഒരു NaOH മോളിക്യൂൾ പോലും ഇതിൽ അവശേഷിക്കാതെ വേണം നമ്മളിതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരേ വായ്ഭാഗത്തു കൂടി തന്നെ നമ്മൾ ഈ സൊല്യൂഷൻ ബോർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ നമുക്കെപ്പോഴും ഈ പറയുന്ന പോലെ പല ഭാഗത്തു കൂടി ഒഴുകി നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യത്തെ തവണ ഗ്ലാസ് റോഡിൻ്റെ സഹായത്തോടു കൂടി ഗ്ലാസ് റോഡ് ഈ വായ്ഭാഗത്ത് മുട്ടിച്ചുകൊണ്ട് ഞാൻ ഈ അനലൈറ്റ് സൊല്യൂഷനെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഗ്ലാസ് റോഡ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഉരുണ്ട വക്കുള്ള ഗ്ലാസ് ഉപകരണങ്ങൾ ഒഴുകുന്ന അതിൽ നിന്ന് സൊല്യൂഷൻ ഒഴുകി ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗത്തു കൂടി ഒഴുകി നഷ്ടപ്പെടാനുള്ള സാധ്യത ഒഴിവാക്കാനാണ് ഗ്ലാസ് റോഡ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഗ്ലാസ് റോഡിൻ്റെ സഹായത്തോടു കൂടി ഞാൻ ഈ അൺനോൺ അഥവാ അനലൈറ്റ് NaOH സൊല്യൂഷനെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒഴിക്കുന്നതിനനുസരിച്ച് ചരിക്കുക, ഗ്ലാസ് റോഡ് കൂടെ ചരിച്ചു കൊടുക്കുക. ഇനി ഈ ഗ്ലാസ് റോഡ് നമ്മുടെ കയ്യിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഭദ്രമായിട്ട് ഫണലിന് മുകളിൽ വീഴില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്ത ശേഷം ഈ സൊല്യൂഷൻ ബോട്ടിലിനകത്തേക്ക് വാഷ് ബോട്ടിൽ നിന്ന് വെള്ളം ഒഴിച്ച് ഒരു 3 തവണയെങ്കിലും മിനിമം വെള്ളം ഒഴിച്ച് വാഷ് ചെയ്ത് ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ബാക്കിയുള്ള NaOHൻ്റെ മോളിക്യൂളുകളെ ഉൾപ്പെടെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ജോലി. മിനിമം വെള്ളം ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം തവണ വാഷ് ചെയ്യുക എന്നാണ്. ഒരു 3 തവണ വാഷ് ചെയ്താൽ മതിയാകും. ഫസ്റ്റ് ടൈം വാഷിംഗ് ആണ്. ഇതുപോലെ
വായ്ഭാഗത്തു കൂടി അതേ വായ്ഭാഗത്തോടു കൂടി ഞാൻ ഈ ഗ്ലാസ് റോഡിൻ്റെ സഹായത്തോടു കൂടി ട്രാൻസ്ഫർ ചെയ്യുകയാണ്. രണ്ടാമത്തെ തവണ ഇതിൻ്റെ അകത്തെ ഭിത്തിയിൽ മൊത്തം വെള്ളം കൊണ്ടൊന്ന് നനച്ചെടുത്ത ശേഷം നേരത്തെ ഒഴിച്ച അതേ വായ്ഭാഗത്ത് തന്നെ ഗ്ലാസ് റോഡ് മുട്ടിച്ചുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. അവസാനത്തെ തവണ വാഷിംഗ് ചെയ്യുകയാണ്. പൂർണ്ണമായും ട്രാൻസ്ഫർ ചെയ്തു എന്ന് ഉറപ്പാക്കാം. ഇനി ഗ്ലാസ് റോഡ് വാഷ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുക. ഇനി കയ്യിലെടുത്തോ അല്ലെങ്കിൽ മേശപ്പുറത്ത് വെച്ച് തന്നെയോ ഫണലും ഒന്ന് ഇതുപോലെ കറക്കി വാഷ് ചെയ്ത് മാറ്റാം. ഇവയെല്ലാം മാറ്റിയ ശേഷം ഇനി നമ്മൾ കയ്യിലെടുത്ത് ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൻ്റെ മുകളിലുള്ള മാർക്ക് വരെ വെള്ളം ഒഴിച്ച് 100 ml ആയിട്ട് മേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ ബാക്കിയുള്ള ഭാഗം കൂടി വെള്ളം ഒഴിച്ച് ഈ കാണുന്ന ലൈൻ വരെ മാർക്ക് വരെ എത്തുന്നിടം വരെ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ലോവർ മിനിസ്കസ്, അതായത് വെള്ളത്തിൻ്റെ ഒരു കർവ്ഡ് സർഫസ് ആയിരിക്കും. ആ കർവ്ഡ് സർഫസിൻ്റെ അടിഭാഗം ഈ വരയിൽ ടച്ച് ചെയ്യുന്ന ഇടം വരെ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാൻ ഇനി ബാക്കിയുള്ള ഭാഗത്ത് വെള്ളം നിറയ്ക്കാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാനായിട്ട്. വളരെ സമയത്ത് നമ്മുടെ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ ഏതാണ്ട് ആ വര വരെ നമുക്ക് സൂക്ഷിച്ചൊക്കെ വെള്ളം എത്തിക്കാൻ പറ്റുള്ളൂ. ആദ്യമൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഏതായാലും ഇവിടം വരെ എത്തിച്ച ശേഷം നമുക്ക് കാണാൻ കഴിയും ഏതാണ്ട് ഈ വരയുടെ താഴെയാണ് വാട്ടർ ലെവൽ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഇനി 2 or 3 അല്ലെങ്കിൽ ഒരല്പം തുള്ളികളുടെ സഹായത്തോടു കൂടി നമുക്ക് അവിടം വരെ എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യാനുള്ളത് ഈ വാഷ് ബോട്ടിൽ ഒന്ന് പ്രസ് ചെയ്ത് കളഞ്ഞാൽ ഇതിൻ്റെ അറ്റത്ത് ഒരു ഡ്രോപ്പ് ഇങ്ങനെ വന്ന് നിൽക്കും. വളരെ സൂക്ഷ്മതയോടുകൂടി രണ്ടാമത് പ്രസ് ചെയ്താൽ ആ ഡ്രോപ്പിനെ നമുക്ക് വീഴ്ത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ആ വാഷ് ബോട്ടിൽ ഒന്ന് പ്രസ് ചെയ്ത് കളയാണ്. അപ്പോൾ ഇതിൻ്റെ അറ്റത്തൊരു തുള്ളി നിൽപ്പുണ്ട്. അപ്പോൾ ആ തുള്ളി പതുക്കെ ഇതിനകത്തേക്ക് നമുക്ക് ഒഴിക്കാനായിട്ട് സാധിക്കും. ഏതാണ്ട് ആയിരിക്കുന്നു. ഒരു തുള്ളി കൂടി ഒഴിച്ചാൽ ഒരു പക്ഷേ ആ വരയോടൊപ്പം ആ വെള്ളത്തിൻ്റെ ലോവർ മിനിസ്കസ്, അതായത് കർവ്ഡ് ഭാഗത്തിൻ്റെ അടിഭാഗം വരയുടെ ഭാഗത്ത് വരും. ഞാൻ ഒരു തുള്ളി വളരെ സൂക്ഷ്മതയോടുകൂടി ഒരു തുള്ളി ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോവാണ്. ഒരു തുള്ളി ഒഴിച്ചു. നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ വരയുടെ ഭാഗത്തായിട്ട് ആ വെള്ളത്തിൻ്റെ കർവ്ഡ് സർഫസ്, വെള്ളത്തിൻ്റെ ലെവൽ ഒന്ന് ഉയർന്നായിരിക്കും നിൽക്കുക. ആ കർവ്ഡ് സർഫസിൻ്റെ അടിഭാഗം അത് ആ വരയിൽ കൃത്യമായിട്ട് കോൺസൈഡ് ചെയ്ത് നിൽക്കുകയാണ്. ഈ സമയം നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് നന്നായിട്ട് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത ശേഷം ബൾബ് മുകളിൽ വരത്തക്ക രീതിയിൽ ഒന്ന് ഷേക്ക് ചെയ്യുക. എല്ലായിടത്തും ഒരുപോലെ സൊല്യൂഷൻ, NaOH സൊല്യൂഷൻ എല്ലായിടത്തും ഒരുപോലെ പരക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് മേക്കിംഗ് അപ്പ് ഓഫ് അൺനോൺ സൊല്യൂഷൻ. നമ്മുടെ ടൈട്രേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. നമുക്ക് ലബോറട്ടറിയിൽ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: എസ്റ്റിമേറ്റ് ദി എമൗണ്ട് ഓഫ് NaOH in the whole of the given solution. You are provided with a standard solution of HCl containing 3.52 gram per liter. ഈ ബോട്ടിൽ തന്ന സൊല്യൂഷൻ നമ്മൾ കൃത്യതയുള്ള വോളിയം സൊല്യൂഷനാക്കി മാറ്റി സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് കൺവേർട്ട് ചെയ്തു. നമ്മുടെ
പ്രൊസീജിയറിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു അത്. ആ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേര് മേക്കിംഗ് അപ്പ് ഓഫ് ദി അനലൈറ്റ് സൊല്യൂഷൻ എന്നായിരുന്നു. ഇനി നമ്മൾ നമ്മുടെ ടൈട്രേഷൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ്, അതായത് ടൈട്രേഷൻ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് നീങ്ങുകയാണ്. ആ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് എസ്റ്റിമേഷൻ ഓഫ് ദി അനലൈറ്റ് സൊല്യൂഷൻ. അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ അൺനോൺ സൊല്യൂഷൻ 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലാണുള്ളത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ലാബിൽ ചെല്ലുമ്പോൾ ഇതിനെ അനലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന HCl സൊല്യൂഷൻ ഇതുപോലൊരു ബോട്ടിലും നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങളുടെ ജോലി ഇവരെ തങ്ങളിൽ ടൈട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു ആസിഡ് ബേസ് ടൈട്രേഷൻ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. ടൈട്രേഷനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 1-2 അടിസ്ഥാന കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മിച്ചിരിക്കുന്നത് നന്നായിരിക്കും. ടൈട്രേഷൻ സമയത്ത് നമ്മൾ കോണ്ടാക്റ്റിൽ വരുന്ന 2 ഗ്ലാസ് ഉപകരണങ്ങളാണ്. ഒന്ന് ബ്യൂററ്റ്, ഇതൊരു ലോങ് ട്യൂബാണ്, 50 ml കപ്പാസിറ്റി ഉള്ള ട്യൂബാണ്. ഇതിൽ ആസിഡാണ് എടുക്കുക. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് HCl സൊല്യൂഷൻ 3.52 ഗ്രാം പെർ ലിറ്റർ ഉള്ള HCl സൊല്യൂഷന് ഈ ബ്യൂററ്റിലായിരിക്കും എടുക്കുക. ഈ ട്യൂബിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് സൊല്യൂഷൻ ഒഴുക്കി വിടാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. വേഗത്തിലും പതുക്കെയും ഒക്കെ ഡ്രോപ്പ് വൈസ് ആയിട്ടും ഒക്കെ നമുക്ക് സൊല്യൂഷനെ ഒഴുക്കി വിടാനുള്ള സംവിധാനം, ഒരു നോബ് ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ടൈട്രേഷൻ സമയത്ത് നമ്മൾ കോണ്ടാക്റ്റ് വരുന്ന മറ്റൊരാളാണ് കോണിക്കൽ ഫ്ലാസ്ക്. ഉറപ്പായിട്ടും നമുക്കറിയാം ഇവിടെ ആരായിരിക്കുമെന്ന്. ഇവിടെ ബേസ് ആയിരിക്കും. നമ്മൾ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള നമ്മൾ മേക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അൺനോൺ അഥവാ അനലൈറ്റ് NaOH സൊല്യൂഷന് ഈ കോണിക്കൽ ഫ്ലാസ്കിലായിരിക്കും നമ്മൾ ടൈട്രേഷൻ സമയത്ത് എടുക്കുക. ഇത് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് എടുക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഉപകരണമാണ് പിപ്പറ്റ് എന്ന് പറയുന്നത്. 20 ml കപ്പാസിറ്റി ഉള്ള പിപ്പറ്റാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഈ ടിപ്പ് മുതൽ ഇവിടെ ഒരു ചെറിയ മാർക്ക് പോലുണ്ട്. നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലൊക്കെ കണ്ട പോലൊരു മാർക്ക് ഇവിടെയുണ്ട്. അവിടെ വരെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 20 ml ഉണ്ടെന്നാണ്. ഈ പിപ്പറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് 20 ml സൊല്യൂഷൻ, അതായത് അനലൈറ്റ് NaOH സൊല്യൂഷൻ നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. നമ്മൾ പിപ്പറ്റ് ഔട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മുടെ ബേസിനോടൊപ്പം ഒരാൾ കൂടി ഉണ്ടാവും. പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അത്. ഇൻഡിക്കേറ്ററാണ്. ഇവിടെ നമ്മൾ ഒരു സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും തമ്മിലുള്ള ടൈട്രേഷനാണ്. അതായത് HCl സ്ട്രോങ് ആസിഡാണ്, NaOH സ്ട്രോങ് ബേസാണ്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും 2 ഇൻഡിക്കേറ്ററും ഉപയോഗിക്കാമെന്നാണ്. പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളതുകൊണ്ട് ഫിനോഫ്തലിനായിരിക്കും നമ്മൾ ഈ ടൈട്രേഷൻ ഉപയോഗിക്കുക. ഇത് എൻ പോയിൻ്റ് ആകുമ്പോൾ പിങ്ക് കളർലെസ് ആവുകയാണ് ചെയ്യുക. ഇനി നമ്മൾ ടൈട്രേഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. നമുക്ക് ടൈട്രേഷൻ ആവശ്യമുള്ള ഗ്ലാസ് വേസ് എങ്ങനെ വാഷ് ചെയ്യുന്നു എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ വാഷ് ബോട്ടിൽ നിറയെ വെള്ളം എടുക്കുക. നമുക്ക് ആദ്യം കോണിക്കൽ ഫ്ലാസ്ക് ഒന്ന് വാഷ് ചെയ്യാം. കാര്യം മറ്റ് ഗ്ലാസ് ഉപകരണങ്ങൾ വാഷ് ചെയ്യുന്നതിന് കോണിക്കൽ ഫ്ലാസ്കിൻ്റെ ആവശ്യം വരും. അപ്പോൾ നമുക്ക് ആദ്യം കോണിക്കൽ ഫ്ലാസ്ക് ഒന്ന് വാഷ് ചെയ്യാം. വാഷ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് ഷേക്ക് ചെയ്ത് ഇതിൻ്റെ വാൾസിലൊക്കെ ഈ വെള്ളം ഒന്ന് ഓടിച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് മുട്ടിച്ചിട്ട് നമ്മൾ കളയുക എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം കൂടി മിനിമം 2 തവണ വാഷ് ചെയ്യണമെന്നാണ് ഒരു ഗ്ലാസ് വെയർ. പറഞ്ഞ പോലെ വാഷ് ചെയ്ത് വയ്ക്കാം. ഇതിനൽപ്പം വെള്ളം കോണിക്കൽ ഫ്ലാസ്കിൽ എടുക്കാം. കാരണം അടുത്ത പിപ്പറ്റ് വാഷ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഈ വെള്ളത്തിൻ്റെ ആവശ്യം വരും. പിപ്പറ്റ് എങ്ങനെ വാഷ് ചെയ്യുന്നു നോക്കാം. പിപ്പറ്റ് നമ്മൾ വാഷിങ്ങിനെന്നല്ല, നമ്മൾ ആദ്യമായിട്ട് പിപ്പറ്റ് ഉപയോഗിക്കുകയാണ്. പിപ്പറ്റ് 2 രീതിയിൽ പിപ്പറ്റിനകത്തേക്ക് ഒരു വെള്ളം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡിനെ നമുക്ക് പ്രവേശിപ്പിക്കാം. അത് ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ സെൽഫ് യൂസ് ആണെങ്കിൽ, നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പിപ്പറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ട് സാധാരണ സ്ട്രോയൊക്കെ ഉപയോഗിക്കുന്ന പോലെ നിങ്ങൾക്ക് പിപ്പറ്റിനെ ചുണ്ടുകൊണ്ട് പിപ്പറ്റിനകത്തൊരു വാക്വം ക്രിയേറ്റ് ചെയ്ത് ലിക്വിഡിലേക്ക് ഇറക്കിയതിന് ശേഷം ലിക്വിഡിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത്ര ലിക്വിഡ് വലിച്ചെടുക്കാം. മറ്റൊരു മാർഗം എന്ന് പറയുന്നത് നമുക്ക് ഒരു റബ്ബർ ബൾബിൻ്റെ സഹായം തേടാം. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇത് വളരെ പ്രാധാന്യമുള്ളതായിരിക്കും. കാര്യം ഒരു പിപ്പറ്റ് തന്നെ പലരും ഉപയോഗിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ഈ കൊണ്ട് വലിച്ചെടുക്കുന്നതിനേക്കാൾ ഈ റബ്ബർ ബൾബ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ റബ്ബർ ബൾബ് ഈ പിപ്പറ്റിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് തള്ളി കയറ്റാൻ നമുക്ക് സാധിക്കും. ശേഷം ബൾബ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് നോക്കാം. ഒന്ന് ലിക്വിഡ് ഒന്ന് എടുത്ത് നോക്കാം.
ഒന്ന് ബൾബിനെ റിലീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പോലെ ലിക്വിഡ് ഇങ്ങനെ മുകളിലേക്ക് കയറി വരും. വെള്ളം ഇങ്ങനെ കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് ബൾബ് എടുക്കാം. ആവശ്യമുള്ള ലിക്വിഡ് കിട്ടിക്കഴിഞ്ഞാൽ മോൾ ഭാഗം വിരൽ കൊണ്ട് അടച്ച് പിടിച്ചാൽ അത്രയും ലിക്വിഡ് അതിൽ അകത്ത് കയറി കഴിയും. അപ്പോൾ നമുക്ക് വാഷിംഗ് ആണ് ആവശ്യം. നമുക്ക് ഈ പറഞ്ഞ പോലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അകഭാഗം, പിപ്പറ്റിൻ്റെ അകഭാഗം നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്യാം. ഈ ബൾബ് ഭാഗം പ്രധാനമായിട്ടും വാഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വോളിയം ലിക്വിഡ് ഇതിനുള്ളിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകുക. എല്ലായിടവും ഒരുപോലെ കഴുകണം. ട്യൂബിൻ്റെ മറ്റു ഭാഗങ്ങളും ഈ വശങ്ങളും ഒക്കെ നന്നായിട്ട് കഴുകണം. കഴുകി വെള്ളം നമുക്ക് ഒരു പ്രാവശ്യം കൂടി. അടുത്തതാണ് ഞാൻ ഈ നമ്മുടെ വായ ഉപയോഗിച്ചുകൊണ്ട് വാക്യൂം ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ. കാര്യം ഇത് ഞാൻ സെൽഫായിട്ട് യൂസ് ചെയ്യുന്ന പിപ്പറ്റ് ആയതുകൊണ്ടാണ്. നിങ്ങളിങ്ങനെ ചരിച്ച് 4 ഭാഗത്തൂടെ ഇന്നർ വാൾസ് കംപ്ലീറ്റ് ഒന്ന് വാഷ് ചെയ്യാൻ നോക്കുക. കാര്യം ഈ വശങ്ങളിലൂടെയൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടും. നമ്മളത് ഗൗനിക്കേണ്ട കാര്യമില്ല. വാഷിംഗ് ആണ്. അപ്പോൾ 2 തവണ പിപ്പറ്റും നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബ്യൂററ്റ് വാഷ് ചെയ്യാം. ബ്യൂററ്റ് വാഷ് ചെയ്യാൻ ബ്യൂറിൻ്റെ അടിഭാഗം അടച്ചു വെച്ചിട്ട് ഒന്നിൽ കോണിക്കൽ ഫ്ലാസ്കിൽ നിന്ന് അല്ലെങ്കിൽ വാഷ് ബോട്ടിലിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ബ്യൂററ്റിൻ്റെ മുകൾ ഭാഗത്തു കൂടി ഒരല്പം വെള്ളം ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച ശേഷം ഒരല്പം ഇവിടം വരെ, ഏതാണ്ട് ഇവിടം വരെ വെള്ളം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത്രയും വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ ബ്യൂററ്റിൻ്റെ അകത്തെ ഭിത്തി മുഴുവൻ ഒന്ന് ഓടിച്ച് മൊത്തത്തിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുക. ഒപ്പം ബ്യൂററ്റ് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. കാര്യം അകത്തെ എല്ലാ ഭിത്തിയും വാഷ് ഔട്ട് ആവണം. ശേഷം ഇതുവഴി ഒഴിച്ച് കളയാവുന്നതാണ്. ഒരിക്കൽ കൂടി വാഷ് ചെയ്യാം. ഞാനിപ്പോൾ ബ്യൂററ്റ് 2ാമത്തെ തവണയാണ് വാഷ് ചെയ്യുന്നത്. എപ്പോഴും വാഷ് ചെയ്തിട്ട് ഇതുവഴി തന്നെ ഒഴിച്ച് കളയണം. കാര്യം ഈ ഭാഗം കൂടെ, ഇത്രയും ഭാഗം കൂടി വാഷ് ആവേണ്ടതായിട്ട് ഉണ്ട്. ലൈറ്റ് ചെയ്ത് അടയ്ക്കുക, സ്റ്റാൻഡിൽ പിടിപ്പിക്കുക. ഫണല് ആവശ്യമായി വരും. ഫണലും കൂടി നമുക്കൊന്ന് വാഷ് ചെയ്യാം. ഇനി കോണിക്കൽ ഫ്ലാസ്ക് ഒരിക്കൽ കൂടി ഒന്ന് വെള്ളമൊഴിച്ച് വാഷ് ചെയ്ത് വയ്ക്കാം. പിപ്പറ്റും ബ്യൂററ്റും നമ്മൾ വാട്ടർ വാഷിംഗ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മുടെ അടുത്ത ജോലി എന്ന് പറയുന്നത് പിപ്പറ്റിലും ബ്യൂററ്റിലും നമ്മൾ എന്താണോ, ഏത് സൊല്യൂഷൻസ് ആണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സൊല്യൂഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവയെ മൈൽഡായിട്ടൊന്ന് വാഷ് ചെയ്യലാണ്, അല്ലെങ്കിൽ റിൻസിങ് ചെയ്യലാണ്. പിപ്പറ്റും ബ്യൂററ്റ് റിൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മൾ ബ്യൂററ്റ് ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്നത് ആസിഡാണ്. ടൈട്രേഷൻ സമയത്ത് ബ്യൂററ്റിൽ ആസിഡാണ്. അപ്പോൾ നമുക്ക് നിറയ്ക്കാനുള്ള ആസിഡിൽ ഒരല്പം എടുത്തിട്ട് വളരെ കുറച്ച് മാത്രമേ എടുക്കാവൂ. റിൻസിങ് എന്ന് പറഞ്ഞാൽ മൈൽഡ് വാഷിംഗ് ആണ്. ഈ ബ്യൂററ്റിനും പിപ്പറ്റിനും ഒക്കെ അകത്ത് നമ്മൾ വാട്ടർ വാഷിംഗ് ചെയ്യുന്ന സമയത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, അത് കാരണം കൂടുതൽ ഡൈല്യൂഷൻ ഉണ്ടാകും. അത് ഒഴിവാക്കാനാണ് നമ്മളിങ്ങനെ മൈൽഡ് വാഷിംഗ് അല്ലെങ്കിൽ റിൻസിങ് നടന്ന വളരെ കുറച്ച് എടുത്തിട്ട് ബ്യൂററ്റിൻ്റെ ഇന്നർ വാൾസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കലാണ്. 2 തവണ റിൻസ് ചെയ്യണം. നേരത്തെ വെള്ളം വെച്ച് ചെയ്ത പോലെ തന്നെയാണ്, പക്ഷേ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ആസിഡ് മാത്രമേ ഇതിന് ഉപയോഗിക്കാവൂ. റിൻസ് ചെയ്തതിന് ശേഷം നേരത്തെ പോലെ താഴ്ഭാഗത്ത് കൂടി തന്നെ ഒഴിച്ച് നമുക്ക് സൊല്യൂഷന് ഒഴിച്ച് കളയാവുന്നതാണ്.
ഒരിക്കൽ കൂടി റിൻസ് ചെയ്യണം. ഇന്നർ വാൾസിൽ മുഴുവൻ ഈ സൊല്യൂഷൻ എത്തത്തക്ക രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പതിയെ സൊല്യൂഷൻ ഒന്ന് ഓടിച്ചിട്ട് നമുക്ക് ഒഴിച്ച് കളയാം. അപ്പോൾ ബ്യൂററ്റ് നമ്മൾ റിൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ജോലി എന്ന് പറയുന്നത് പിപ്പറ്റ് റിൻസ് ചെയ്യലാണ്. പിപ്പറ്റ് റിൻസ് ചെയ്യാനായിട്ട് നമുക്ക് 100 ml മേക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സൊല്യൂഷനാണ്, നമ്മൾ NaOH സൊല്യൂഷൻ. അതെടുത്തിട്ട് അല്പം നമുക്ക് ആകെപ്പാടെ ഇത്ര സൊല്യൂഷനേ ഉള്ളൂ. അപ്പോൾ വളരെ കുറച്ച് അളവെടുത്ത് മാത്രമേ റിൻസ് ചെയ്യാവൂ. റിൻസ് ചെയ്യാൻ ഏതാണ്ട് പിപ്പറ്റിൻ്റെ ഏതാണ്ട് ഈ അറ്റം മുതൽ ഈ ഭാഗം വരെയുള്ള അവിടം വരെ വരത്തക്ക രീതിയിൽ അത്ര എമൗണ്ട് സൊല്യൂഷൻ എടുത്താൽ മതിയാകും. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പിപ്പറ്റ് ഉപയോഗിച്ചുകൊണ്ട് സൊല്യൂഷൻ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി പോകാൻ അനുവദിക്കരുത്. കാര്യം അത് വാഷ് ചെയ്ത് ഇതിനകത്തേക്ക് തിരിച്ചിറങ്ങുന്നൊരു എഫക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചൊരല്പം എടുത്തിട്ട് നേരത്തെ പോലെ നമുക്ക് റിൻസ് ചെയ്യാം. വളരെ ചെറിയൊരു എമൗണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഉപയോഗിച്ച് റിൻസ് ചെയ്യാം. പ്രത്യേകിച്ചും ബൾബിൻ്റെ ഭാഗം നേരത്തെ ഇങ്ങോട്ടുള്ള വായ്ഭാഗത്തോട്ടും നമുക്ക് റിൻസ് ചെയ്യാം. റിൻസ് ചെയ്തിട്ട് സൊല്യൂഷൻ നമുക്ക് കളയാം 2 തവണ. അപ്പോൾ നമ്മൾ പിപ്പറ്റും 2 തവണ റിൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ജോലി എന്ന് പറയുന്നത് പിപ്പറ്റിലും ബ്യൂററ്റിലും ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. പിപ്പറ്റിൽ 20 ml ബേസ് പിപ്പറ്റിലെടുത്തിട്ട് നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, കൂടെ ഇൻഡിക്കേറ്റർ ഒഴിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ആസിഡ് ബ്യൂററ്റിൽ നിറയ്ക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് ടൈട്രേഷൻ ചെയ്യാവുന്നതാണ്. നമുക്കാദ്യം 20 ml അനലൈറ്റ് NaOH സൊല്യൂഷനെ എങ്ങനെ ഒരു പിപ്പറ്റിൻ്റെ സഹായത്തോടു കൂടി കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ NaOH സൊല്യൂഷൻ പിപ്പറ്റ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇപ്പോൾ പിപ്പറ്റിൻ്റെ ലൈനിന് മുകളിലായിട്ട്, അതായത് മാർക്കിന് മുകളിൽ വരെ സൊല്യൂഷൻ ഇങ്ങനെ പിപ്പറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ വിരൽ പതിയെ ചൂണ്ടുവിരൽ വെച്ച് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വിരൽ നല്ല ഡ്രൈ ആണെന്ന്, ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പാടായിരിക്കും. നമ്മുടെ വിരൽ നല്ല ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പതുക്കെ ഇതിങ്ങനെ സൊല്യൂഷൻ റിലീസ് ചെയ്ത് നമുക്ക് ആ ലൈനിൽ വരെ എത്തിക്കാനായിട്ട് സാധിക്കും. ആ ലോവർ മിനിസ്കസ് ആ ലൈനിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് 20 ml ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ പിപ്പറിൻ്റെ താഴത്തെ ടിപ്പ് മുതൽ ബൾബിന് മുകളിലെ ലൈൻ വരെ സൊല്യൂഷനുണ്ട്. അധികം ഇത് ഷേക്ക് ചെയ്യാൻ അനുവദിക്കരുത്. ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടിപ്പിൽ നിന്ന് സൊല്യൂഷൻ നഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ എയർ ബബിൾ കയറുകയും ഇവിടുത്തെ മാർക്കിൽ അല്ലെങ്കിൽ ലോവർ മെനിസ്കസ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മളറിയാതെ നമ്മൾ 20 ml ഉണ്ടെന്ന് കരുതി ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഷേക്ക് ചെയ്യാതെ പതിയെ നന്നായിട്ട് കഴുകിയ കോണിക്കൽ ഫ്ലാസ്കിനകത്തേക്ക് സൊല്യൂഷൻ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്.
ഇപ്പോൾ പൂർണ്ണമായും ട്രാൻസ്ഫർ ആയിട്ടില്ല. അതിൻ്റെ ടിപ്പിൽ ഒരു 1-2 തുള്ളി അവശേഷിക്കുന്നുണ്ട്. അതുകൂടി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പതിയെ കോണിക്കൽ ഫ്ലാസ്ക് ഇങ്ങനെ ചരിച്ചിട്ട് ആ പിപ്പറ്റിൻ്റെ ടിപ്പ് കോണിക്കൽ ഫ്ലാസ്കിൻ്റെ വാൾസിൽ ജസ്റ്റ് 1-2 തവണ ഒന്ന് മുട്ടിച്ച് എടുത്താൽ മതിയാകും. ഇനി ഇരിക്കുന്നത് എക്സസ് ആണ്, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെന്നില്ല. ഇപ്പോൾ നമ്മൾ 20 ml ബേസ് കോണിക്കൽ ഫ്ലാസ്കിൽ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു കാര്യം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നതാണ്, 20 ml ബേസിനോടൊപ്പം തന്നെ കോണിക്കൽ ഫ്ലാസ്കിൽ ഒരാൾ കൂടി ഉണ്ടാവും. അത് ഇൻഡിക്കേറ്ററാണ്. ഇവിടുത്തെ ഇൻഡിക്കേറ്റർ ഫിനോഫ്തലിനാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇൻഡിക്കേറ്റർ 1-2 തുള്ളി മതിയാകും. നമുക്കൊരു കളറുണ്ട് എന്ന് തോന്നുന്നിടം വരെ ഇൻഡിക്കേറ്റർ ഒഴിച്ചാൽ മതിയാകും. അപ്പോൾ ഇൻഡിക്കേറ്റർ എക്സസ് ആവാനും പാടില്ല. ഞാനിപ്പോൾ 2 തുള്ളി ഇൻഡിക്കേറ്റർ ഒഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഏതാണ്ട് ഒരു പിങ്ക് കളർ അപ്പിയർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചെറിയൊരു പിങ്ക് കളർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടൈട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നമുക്ക് ബ്യൂററ്റിൽ ആസിഡ് നിറയ്ക്കാം. ബ്യൂററ്റിൽ ആസിഡ് നിറയ്ക്കുന്നതിന് ബ്യൂററ്റിൻ്റെ അടിഭാഗം നന്നായിട്ട് അടച്ച ശേഷം ഈ ഫണൽ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യാം. ചിലർക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഒഴിക്കുകയും ചെയ്യാം. ഞാൻ ഇപ്പോൾ തൽക്കാലം ഫണൽ വെച്ച് ചെയ്ത് കാണിക്കാം. ഫണൽ വെച്ചിട്ട് ഈ ആസിഡ് നമുക്ക് ഇതിനകത്തേക്ക് ബ്യൂററ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. ബ്യൂററ്റിൻ്റെയും ഏറ്റവും മുകൾ ഭാഗത്തുള്ള 0 മാർക്കിന് മുകളിൽ വരെ ലിക്വിഡ് ഒഴിച്ച ശേഷം തിരികെ ഒഴിച്ച് വേണം നമ്മൾ 0 ആക്കാനായിട്ട്. പതിയെ ബ്യൂററ്റിൽ നിന്ന് ആസിഡ് തിരികെ ഒഴിച്ച് നമ്മൾ ആ ലോവർ മെനിസ്കസ് 0-ലെത്തുന്നിടം വരെ നമ്മൾ ഒഴിക്കും. ലോവർ മെനിസ്കസ് 0-ലെത്തിയിട്ടുണ്ട്. ബ്യൂററ്റിൽ നമ്മൾ ആസിഡും ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടൈട്രേഷൻ തുടങ്ങാനുള്ള എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ കോണിക്കൽ ഫ്ലാസ്കിൽ ബേസ്, അതിനോടൊപ്പം ഇൻഡിക്കേറ്റർ പിങ്ക് കളർ, ബ്യൂററ്റിൽ ആസിഡും റെഡിയാണ്. നമുക്കിനി പതിയെ ടൈട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബ്യൂററ്റിൽ നിന്ന് ആസിഡ് ഡ്രോപ്പായിട്ട് ഈ കോണിക്കൽ ഫ്ലാസ്കിൽ ഇരിക്കുന്ന അനലൈറ്റ് അൺനോൺ NaOH സൊല്യൂഷനകത്തേക്ക് ഒഴിച്ചുകൊണ്ട് ഈ പിങ്ക് കളർ ഡിസപ്പിയർ ആകുന്നിടം വരെ ഏതോ ഒരൊറ്റ ഡ്രോപ്പിനായിരിക്കും, ഈ ആസിഡ് വീണുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരൊറ്റ ഡ്രോപ്പിനായിരിക്കും ഈ പിങ്ക് കളർ ഡിസപ്പിയർ ആവുക. നമുക്കറിയാം ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ന്യൂട്രലൈസേഷൻ റിയാക്ഷനാണ്. ആസിഡ് ഇതിലുള്ള ബേസുമായിട്ട് പ്രവർത്തിച്ച് ഇതിനുള്ളിൽ സാൾട്ടും വാട്ടറും ഉണ്ടാവുകയാണ്. ഏതോ ഒരു പർട്ടിക്കുലർ ഡ്രോപ്പ് വീഴുന്ന സമയത്ത് ഈ ബേസ് പൂർണ്ണമായിട്ടും റിയാക്ട് ചെയ്ത് തീരുകയും തൽഫലമായിട്ട് മീഡിയം pH ചേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ക് കളർലെസ് ആവും. ഹൈഡ്രേഷൻ നിർത്തുവാനുള്ള ഒരു ഇൻഡിക്കേഷൻ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അവിടം വരെ നമുക്ക് ടൈട്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ബ്യൂററ്റ് കോണിക്കൽ ഫ്ലാസ്ക് വയ്ക്കേണ്ട രീതി ഇങ്ങനെയാണ്. ബ്യൂററ്റിൻ്റെ ടിപ്പ് ഏതാണ്ട് കോണിക്കൽ ഫ്ലാസ്കിൻ്റെ നെക്കിന് ജസ്റ്റ് മുകളിൽ വരെ വരത്തക്ക രീതിയിൽ വേണം ബ്യൂററ്റിൻ്റെ ടിപ്പ് നിൽക്കാനായിട്ട്. ഒരുപാടങ്ങ് മുകളിലോ അല്ലെങ്കിൽ ഒരുപാടങ്ങ് താഴ്ന്നോ നിൽക്കരുത്. അപ്പോൾ അതുപോലെ ബ്യൂററ്റിൻ്റെ നോബ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിൽ നമുക്ക് നമ്മുടെ ഇടതേ കൈകൊണ്ട് ഇങ്ങനെ ചുറ്റി പിടിക്കത്തക്ക രീതിയിൽ വേണം നോബ് നിൽക്കാൻ. അതായത് നോബ് വലതുവശത്തേക്ക് വേണം നിൽക്കാൻ. നമുക്ക് ഇടത് കൈ കൊണ്ട് ചുറ്റി പിടിക്കുക. വലത് കൈ കോണിക്കൽ ഫ്ലാസ്കിൻ്റെ നെക്കിലും ഇരിക്കണം. ഇനി പതുക്കെ നമുക്ക് ബ്യൂററ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് ടൈട്രേഷൻ തുടങ്ങാം. ഞാൻ പതിയെ ഡ്രോപ്പായിട്ട് ഒഴിക്കുകയാണ്. ടൈട്രേഷൻ നടക്കുകയാണ്. ഡ്രോപ്പായിട്ട് വീഴുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഓരോ ഡ്രോപ്പ് വീഴുമ്പോഴും അവിടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കുകയാണ്. റിയാക്ഷൻ അല്പം വേഗത്തിൽ നടക്കാനാണ് ഞാൻ ഇതുപോലൊരു ഷേക്കിംഗ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഡ്രോപ്പ് വീഴുമ്പോഴും ഇതുപോലെ ഷേക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡ്രോപ്പ് വൈസായിട്ട് ആസിഡ്, അതായത് ബ്യൂററ്റിൽ നിന്ന് ആസിഡ് കോണിക്കൽ ഫ്ലാസ്കിൽ ഇരിക്കുന്ന 20 ml അനലൈറ്റ് ബേസിലേക്ക് നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സൂക്ഷിച്ച് ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ടൈട്രേഷൻ എന്ന് പറയുന്നത്. മാത്രവുമല്ല നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ വളരെ ക്ഷമയോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ പോയിൻറ്റിനെ കുറിച്ചൊരു ധാരണ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത തവണ ചെയ്യുമ്പോൾ ഏതാണ്ട് ആ പോയിന്റിൽ എത്തുന്നിടം വരെ അല്പം
ഒന്ന് വേഗത്തിൽ പോകാനും കഴിയും. അതുകൊണ്ട് ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ വളരെ ക്ഷമയോടുകൂടി ചെയ്യുക. അതുപോലെ തന്നെ ഞാനിവിടെ അടിഭാഗത്തായിട്ടൊരു ടൈലിട്ടിട്ടുണ്ട്. നമുക്ക് ആ കളർ ചേഞ്ച് വളരെ എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ വെള്ള ടൈല് നമ്മളെ സഹായിക്കും. ആസിഡ് വീഴുമ്പോൾ പിങ്ക് കളർ ചെറുതായിട്ട് നേർത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരല്പം വെള്ളം കോണിക്കൽ ഫ്ലാസ്കിൻ്റെ വശങ്ങളിലൂടെ ഉള്ളിലേക്ക് ഇവിടെ വച്ചുകൊണ്ട് തന്നെ നമുക്ക് സൂക്ഷിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കാര്യം നമ്മൾ ഒഴിച്ച ആസിഡിൻ്റെ അംശമോ അല്ലെങ്കിൽ ഷേക്ക് ചെയ്തപ്പോൾ ബേസിൻ്റെ അംശമോ ഒക്കെ ഈ വാൾസിൽ പറ്റിയിരിപ്പുണ്ടെങ്കിൽ അത് തിരികെ ഒഴുകി ഇറങ്ങാനായിട്ട് നമുക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് സഹായകമാകും. ഇനി വീണ്ടും ടൈട്രേറ്റ് ചെയ്യുക. ഏതാണ്ടൊക്കെ ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങുകയാണ് കളറ്. ഏതോ ഒരൊറ്റ ഡ്രോപ്പിന് കളറ് പൂർണ്ണമായിട്ടും ഡിസപ്പിയറിങ് ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് കാണാവുന്നതാണ് പിങ്ക് കളർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1-2 ഡ്രോപ്പിനുള്ളിലൊക്കെ ചിലപ്പോൾ എൻ പോയിൻ്റ് ആയി എന്ന് വരും. നമുക്ക് നോക്കാം. അപ്പോൾ കളർ പൂർണ്ണമായിട്ടും ഡിസപ്പിയർ ചെയ്തിട്ടുണ്ട്. അതായത് എൻ പോയിൻ്റ് ആയി എന്നർത്ഥം. ബ്യൂററ്റ് എടുത്ത് റീഡിങ് എത്രയാണെന്ന് നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ബ്യൂററ്റ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ അഴിച്ചെടുക്കേണ്ടി വരും. അതായത് നമ്മൾ ലിക്വിഡിൻ്റെ ലോവർ മെനിസ്കസ് 0 വരത്തക്ക രീതിയിലാണ് നമ്മൾ ടൈട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ടൈട്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ പോയിൻ്റ് എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും ബ്യൂററ്റിൻ്റെ ലോവർ മെനിസ്കസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് 18.2 എന്ന വാല്യൂവിലാണ്. അപ്പോൾ 0 സ്റ്റാർട്ട് ചെയ്തു. 18.2 ml ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചപ്പോഴാണ് നമ്മുടെ ബേസ് പൂർണ്ണമായും ന്യൂട്രലൈസ് ചെയ്തത് എന്നർത്ഥം. അപ്പോൾ നമുക്ക് ആദ്യത്തെ റീഡിങ് കിട്ടിക്കഴിഞ്ഞു 18.2 ml. ഇപ്പോൾ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം, അതായത് അൺനോൺ അനലൈറ്റ് NaOH സൊല്യൂഷനെ സ്റ്റാൻഡേർഡ് HCl സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ആദ്യത്തെ ടൈട്രേഷനാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞത്. നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എൻ പോയിൻറ്റിലെ വാല്യൂ എന്ന് പറയുന്നത് 18.2 ml ആണെന്ന് എല്ലാവരും കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി ചെയ്യാനുള്ളത് നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ചെയ്തത് എന്തൊക്കെയോ അത് വീണ്ടും ചെയ്യണം. 2-3 തവണ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് എവിടം വരെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഗ്രിബിൾ ആയിട്ടുള്ള വാല്യൂ, അതായത് കൺകോർഡൻ്റ് ആയിട്ടുള്ള വാല്യൂ, തുടർച്ചയായിട്ട് ഒരുപോലുള്ള വാല്യൂ കിട്ടുന്നിടം വരെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സാധാരണഗതിയിൽ 2-3 തവണയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരേപോലുള്ള വാല്യൂസ് കിട്ടാറുണ്ട്. അപ്പോൾ എന്തായാലും അവിടം വരെ നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്യൂററ്റിൽ ഓൾറെഡി ഇപ്പോൾ 18.2 വരെ നേരത്തെ വാല്യൂ വരെ ആസിഡ് ഉണ്ട്. ബ്യൂററ്റിൽ നമുക്ക് ആസിഡ് ഒഴിച്ച് 0 വരെ ഫില്ല് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിൽ ഇപ്പോൾ ടൈട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ സൊല്യൂഷനാണ് ഇരിക്കുന്നത്. അതിനെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കോണിക്കൽ ഫ്ലാസ്ക് വാഷ് ചെയ്യണം. കോണിക്കൽ ഫ്ലാസ്ക് വാഷ് ചെയ്തിട്ട് നമ്മൾ 20 ml വീണ്ടും ഇതിനകത്തേക്ക് പിപ്പറ്റ് ഔട്ട് ചെയ്യുക, ഇൻഡിക്കേറ്റർ ഒഴിക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സ് വീണ്ടും ആവർത്തിക്കുക. എന്തായാലും നമ്മൾ തുടർച്ചയായ 2 ടൈട്രേഷനുകളിൽ ഒരേപോലുള്ള വാല്യൂസ് കിട്ടുന്നിടം വരെ, അതായത് കൺകോർഡൻ്റ് വാല്യൂസ് കിട്ടുന്നിടം വരെ നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും.